രാഷ്ട്രവിരുദ്ധ സ്വഭാവമുള്ള പരസ്യം പ്രസിദ്ധീകരിച്ച് മനോരമ ദിനപത്രം. കശ്മീരിനെ പ്രത്യേക രാജ്യമെന്ന പോലെ അവതരിപ്പിച്ചുള്ള പരസ്യം സാന്റാ മോണിക്ക ടൂർ കമ്പനിയുടേത്. ഭാരതത്തിന്റെ തല വെട്ടി അവതരിപ്പിച്ച പരസ്യത്തിൽ പ്രതിഷേധം ശക്തം. നവംബർ 29 പുറത്തിറങ്ങിയ പത്രത്തിലാണ് രാഷ്ട്രവിരുദ്ധ പരസ്യം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. 193 രാജ്യങ്ങളിലേക്ക് ലോകയാത്രാ പാക്കേജുകൾ എന്ന വിധത്തിലാണ് പരസ്യം. പരസ്യത്തിൽ പക്ഷേ ഇന്ത്യയെന്നും കാശ്മീരെന്നും രണ്ടായി രേഖപ്പെടുത്തിയിരിക്കുന്നു. മറ്റു രാജ്യങ്ങളിലെ സംസ്ഥാനങ്ങളൊന്നും പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടില്ല എന്നിരിക്കെയാണ് ഭാരതത്തിന്റെ ഭൂപടത്തിൽ നിന്നും മാറ്റി കാശ്മീരിനെ മാത്രം പ്രത്യേകം അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അമേരിക്ക, ചൈന, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളുടെ ഭൂപടങ്ങളിൽ പോലും പ്രത്യേകം സ്ഥലങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല. ഫലത്തിൽ ഭാരതവും കാശ്മീരും രണ്ട് രാജ്യമെന്ന സന്ദേശം സാന്റാ മോണിക്ക ടൂറിസ്റ്റ് ആൻഡ് ട്രാവൽസിന്റെ പരസ്യം നൽകുന്നു. പാകിസ്ഥാൻ പോലെയുള്ള ഭീകര രാഷ്ട്രങ്ങളും ഭീകര സംഘടനകളുമാണ് സാധാരണഗതിയിൽ കാശ്മീരിനെ പ്രത്യേകം അടയാളപ്പെടുത്തുന്ന ഭൂപടങ്ങൾ ഉപയോഗിക്കാറുള്ളത്. രാഷ്ട്രത്തിന്റെ ഭൂപടം തെറ്റായ രീതിയിൽ അവതരിപ്പിക്കുന്നത് നിയമവിരുദ്ധമാണെന്നിരിക്കെയാണ് കേരളത്തിലെ ഒരു പ്രധാന പത്രത്തിൽ ഇത്തരമൊരു പരസ്യം നൽകുന്നതെന്നതും ശ്രദ്ധേയം. വിനീഷ്, ജനം, തിരുവനന്തപുരം. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി വിനീഷ് ചേരുകയാണ്. വിനീഷ്, എന്താണ് ഈ പരസ്യത്തിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്? രോഹിണി, സാധാരണഗതിയിൽ ഭീകരവാദ സംഘടനകളാണ് ഇത്തരത്തിൽ കാശ്മീരിനെ ഇന്ത്യയുടെ ഭാഗമല്ല എന്ന തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത്. ഭീകരവാദ സംഘടനകളും ഭീകരവാദ രാഷ്ട്രങ്ങളുമാണ് അത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്നതും രാജ്യവിരുദ്ധ നിലപാടുമായി മുന്നോട്ട് വരുന്നതും. പക്ഷേ നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 29-ാം തീയതിയാണ് മനോരമ പത്രത്തിലെ ആദ്യ പേജിൽ, ഫ്രണ്ട് പേജിലായി നമുക്ക് കാണാൻ സാധിച്ചത് സാന്റാ മോണിക്ക എന്ന ഒരു പരസ്യ ടൂറിസ്റ്റ് ആൻഡ് ട്രാവൽസ് എന്ന കമ്പനിയുടെ പരസ്യം മനോരമ പത്രത്തിൽ വന്നത്. ആ പരസ്യത്തിൽ വ്യക്തമാക്കുന്നത് ഇത്തരത്തിലാണ്: ഇന്ത്യയുടെ ഭാഗമല്ല കാശ്മീർ എന്ന തരത്തിലുള്ള ഒരു രൂപരേഖ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിത്രമാണ് ഈ പരസ്യത്തിലൂടെ പ്രചരിപ്പിക്കുന്നത്. ഇത് രാജ്യവിരുദ്ധമാണ്, ദേശവിരുദ്ധമാണ്, രാഷ്ട്രവിരുദ്ധമാണ് എന്നതാണ് വസ്തുത. ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നത് നിയമപ്രകാരം അത് തെറ്റാണ്. കേന്ദ്ര സർക്കാർ പല ഘട്ടങ്ങളിലായും ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ, പ്രത്യേകിച്ച് കാശ്മീർ ഇന്ത്യയുടെ ഭാഗമല്ല എന്ന തരത്തിലുള്ള പ്രചരണം നടത്തുന്നതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ നിലവിൽ കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമ സ്ഥാപനത്തിൽ, ആ പത്രത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പരസ്യം അച്ചടിച്ചു വന്നിരിക്കുന്നത്. പരസ്യത്തിൽ 193 രാജ്യങ്ങളിൽ തങ്ങളുടെ ടൂറിസ്റ്റ് സംവിധാനം ക്രോഡീകരിക്കാനുള്ള സംവിധാനം ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന പരസ്യമായിരുന്നു സാന്റാ മോണിക്ക എന്ന ടൂർസ് ആൻഡ് ട്രാവൽസ് കമ്പനി നടത്തിയിരിക്കുന്നത്. 193 രാജ്യങ്ങളിലുള്ള വിനോദസഞ്ചാരങ്ങളുടെ കോർഡിനേഷൻ തങ്ങൾ നടത്തുന്നു എന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു പരസ്യം. ആ പരസ്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇത്തരത്തിൽ തന്നെയാണ്. പക്ഷേ മറ്റു രാജ്യങ്ങളിൽ ഈ 193 രാജ്യങ്ങളുടെ പേരുകൾ കൃത്യമായി തന്നെ അതിനകത്ത് വ്യക്തമാക്കുന്നുണ്ട്. മറ്റ് രാജ്യങ്ങളുടെ ഒന്നും തന്നെ സംസ്ഥാനങ്ങളെ അവർ ഒരിടത്തും കാണിച്ചിട്ടില്ല. പക്ഷേ ഇന്ത്യയെ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഭാരതത്തെ എടുക്കുന്ന സമയത്ത് ഭാരതത്തിന്റെ ഭൂപടം നൽകിയതിന് ശേഷം ആ ഭൂപടത്തിന്റെ സമീപത്തായി കാശ്മീർ ഒരു പ്രത്യേക സംസ്ഥാനം എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള കാശ്മീർ ഒരു പ്രത്യേക രാജ്യം എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലാണ് ആ ഭൂപടത്തിൽ ആ രൂപരേഖ തയ്യാറാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ ആ ചിത്രം തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിലൂടെ ദേശവിരുദ്ധത പ്രചരിപ്പിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ത്യക്ക് പുറമെയുള്ള മറ്റു രാജ്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ചൈന, ഒപ്പം തന്നെ റഷ്യ ഉൾപ്പെടെയുള്ള
വലിയ ലോകരാഷ്ട്രങ്ങളുണ്ട്. ഈ രാജ്യങ്ങളുടെ ഒന്നും തന്നെ സംസ്ഥാനങ്ങൾ അതിലൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഭാരതത്തിൻ്റെ മാത്രം ഭൂപടം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭാരതത്തിന്റെ ഭാഗമല്ല കാശ്മീർ എന്ന തരത്തിലുള്ള ഒരു വിഭജനം ഈ ഒരു ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അങ്ങനെ രാഷ്ട്രവിരുദ്ധത പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ള നിലപാട് സാന്റാ മോണിക്ക എന്ന ടൂറിസ്റ്റ് ആൻഡ് ട്രാവൽസ് കമ്പനി നടത്തുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അത് തന്നെയാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 29-ാം തീയതിയാണ്, ഇക്കഴിഞ്ഞ 29-ാം തീയതിയാണ് മനോരമ പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ ഇത്തരത്തിൽ ഇന്ത്യയുടെ ഭാഗമല്ല കാശ്മീർ എന്ന തരത്തിലുള്ള സാന്റാ മോണിക്ക എന്ന ഒരു ടൂറിസ്റ്റ് ആൻഡ് ട്രാവൽസ് കമ്പനിയുടെ പരസ്യം നൽകിയിരിക്കുന്നത്. നിലവിൽ 193 രാജ്യങ്ങളെ ബന്ധിപ്പിക്കുന്ന ടൂറിസ്റ്റ് സംവിധാനം തങ്ങൾക്കുണ്ട് എന്ന് വിശദീകരിക്കുന്ന പരസ്യത്തിൽ മറ്റു ഇതര രാജ്യങ്ങളുടെ കൃത്യമായ പേരുകൾ സൂചിപ്പിക്കുമ്പോൾ നിലവിൽ ഭാരതത്തിന്റെ ഭാഗമായുള്ള കാശ്മീരിനെ പ്രത്യേക രാജ്യമായി ഉയർത്തി കാണിക്കാൻ ഈ ചിത്രത്തിൽ ഉയർത്തി കാണിക്കുന്നു എന്നതാണ് ഈ ചിത്രത്തിലെ മറ്റൊരു ദേശവിരുദ്ധത എന്നതാണ് എടുത്തു പറയേണ്ടത്. നിലവിൽ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. നിയമപരമായി തന്നെ കേന്ദ്ര സർക്കാരിന് നടപടി സ്വീകരിക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ ഈ വിഷയത്തിൽ സംശയമില്ല. ദേശവിരുദ്ധത ഉയർത്തി കാണിക്കുന്ന ഈ പരസ്യം പ്രസിദ്ധീകരിച്ചിട്ടും മനോരമ ഇതുവരെയും ഇതിലൊരു വിശദീകരണം നൽകാൻ തയ്യാറായിട്ടില്ല. സാന്റാ മോണിക്ക എന്ന ഈ ഒരു ടൂറിസ്റ്റ് ആൻഡ് ട്രാവൽസ് കമ്പനിയും ഇതിൽ കൃത്യമായ വിശദീകരണം നൽകിയിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. രോഹിണി, നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്കും അല്ലെങ്കിൽ തിരിച്ചും എന്ന് കാണിക്കുന്ന ആ പരസ്യത്തിലാണ് കൃത്യമായി ഭാരതത്തിൻ്റെ ഭൂപടം, അതിൽ നടുക്ക് മാത്രമാണ് ഇന്ത്യ എന്ന് എഴുതിയിരിക്കുന്നത്. കശ്മീരിൻ്റെ ഭാഗം വരുമ്പോൾ അത് ഒരു പ്രത്യേക രീതിയിൽ കശ്മീർ എന്ന് മാത്രം എഴുതിയിരിക്കുകയാണ്. അത് കൃത്യമായി തന്നെ ഇത് വിഭജിച്ച് കാണിക്കുക, ഭാരതത്തിൻ്റെ തല വെട്ടി അവതരിപ്പിക്കുക എന്നുള്ള രീതിയിലുള്ള തന്നെയാണ് ഇവരുടെ ഉദ്ദേശം. തീർച്ചയായിട്ടും അത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം 29-ാം തീയതി ഇത്തരത്തിലൊരു പരസ്യം നൽകി തങ്ങൾക്ക് തെറ്റു പറ്റിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് സാന്റാ മോണിക്ക എന്ന ടൂറിസ്റ്റ് ആൻഡ് ട്രാവൽസ് കമ്പനി ഇതിൽ വിശദീകരണവുമായി രംഗത്തെത്തിയില്ല എന്ന സംശയമാണ് ഇവിടെ ഉളവാക്കുന്നത്. പക്ഷേ നിലവിൽ ഇതിൽ വിശദീകരണം നൽകാത്തതിന് പിന്നിൽ പ്രത്യേക അജണ്ട ഈ സാന്റാ മോണിക്ക എന്ന ടൂറിസ്റ്റ് ആൻഡ് ട്രാവൽസ് കമ്പനിക്ക് ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഇത് പ്രസിദ്ധീകരിച്ച മനോരമ എന്ന ദിനപത്രത്തിനും ഇതേ അജണ്ട വച്ചു പുലർത്തുന്നതിൽ തെറ്റില്ല എന്ന് കരുതുന്നുണ്ട് മനോരമ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം നിലവിൽ ദേശവിരുദ്ധത വിളിച്ച് കൃത്യമായി പറയുന്ന ചിത്രം, ആ ദേശവിരുദ്ധത സംഭവിച്ചു അല്ലെങ്കിൽ നിയമപരമായി അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കിയിട്ട് പോലും ആ ഒരു പരസ്യത്തിൽ വിശദീകരണം നൽകാൻ മനോരമയോ സാന്റാ മോണിക്ക എന്ന ടൂറിസ്റ്റ് ട്രാവൽസ് കമ്പനിയോ ഇതുവരെയും തയ്യാറാകാത്തതിന് പിന്നിൽ ദേശവിരുദ്ധത സംസ്ഥാനത്ത് വളർത്താനുള്ള ശ്രമം ഈ രണ്ട് പക്ഷത്തു നിന്നും ഉണ്ടാകുന്നു എന്നാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. കാരണം നമുക്ക് കൃത്യമായി തന്നെ ആ ചിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നതും ഇത്തരത്തിലാണ്. സാന്റാ മോണിക്ക എന്ന ടൂറിസ്റ്റ് ആൻഡ് ട്രാവൽസ് കമ്പനി നൽകിയിരിക്കുന്ന പരസ്യത്തിൽ 193 രാജ്യങ്ങളുടെ വിനോദസഞ്ചാരങ്ങൾ ക്രോഡീകരിക്കുന്നതിനുള്ള സംവിധാനം അവർക്കുണ്ട് എന്ന് ആ പരസ്യത്തിലൂടെ വ്യക്തമാക്കുന്നു. ആ പരസ്യത്തിലെ ചിത്രവും അത്തരത്തിലാണ്. ആ 193 രാജ്യങ്ങളിലും ഒരു രാജ്യം ഒഴിച്ച്, ഒരു രാജ്യം എന്ന് പറയുന്നത് ഭാരതം, ആ ഭാരതത്തിന്റെ ഒരു സംസ്ഥാനത്തെ അതിൽ ചിത്രീകരിക്കുന്നത് മറ്റൊരു രാജ്യമാക്കിയാണ് ആ ചിത്രത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. മറ്റു ഒരു രാജ്യത്തിൻ്റെയും സംസ്ഥാനങ്ങളെ ഇത്തരത്തിൽ ചിത്രീകരിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദേശവിരുദ്ധത തന്നെയാണ് ഇവരുടെ ഉദ്ദേശം. ആ ദേശവിരുദ്ധത ഒരു കമ്പനിയുടെ പേരിൽ നടത്തുന്നു എന്നതാണ് എടുത്തു പറയേണ്ട. അതായത് വിനീഷ് വ്യക്തമായി പറയുകയാണെങ്കിൽ ഈ 193 രാജ്യങ്ങൾ ഭൂപടത്തിൽ കാണിക്കുന്നു. ഇതിൽ ഇന്ത്യയുടെ ഭൂപടം രേഖപ്പെടുത്തുമ്പോൾ ഇന്ത്യ എന്നെഴുതുകയും ഒപ്പം ഏറ്റവും മുകളിലായി കശ്മീരിനെ പ്രത്യേകമായി തന്നെ കശ്മീർ എന്നെഴുതി പ്രത്യേകമായി തന്നെ ചിത്രീകരിക്കുന്നു. എന്നാൽ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനങ്ങളും അത്തരത്തിൽ പേര് എഴുതി ചിത്രീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഇന്ത്യക്കകത്ത് ഇന്ത്യ എന്നും കശ്മീർ എന്നും കൃത്യമായ ബോധപൂർവമായ വിഭജനം.
തീർച്ചയായിട്ടും അത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ഭൂപടം പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ചിത്രം, ആ പരസ്യ ചിത്രം പരിശോധിക്കുമ്പോഴും നമുക്ക് അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം നിലവിൽ ആ ചിത്രത്തിൽ രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിൽ ആ പരസ്യ ചിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 193 രാജ്യങ്ങളുടെ പേരുകൾ എഴുതിയിട്ടുണ്ട്. ഈ 193 രാജ്യങ്ങളുടെ പേരുകൾക്ക് പുറമെ ഭാരതത്തെ രണ്ടായിട്ട് വിഭജിക്കുന്നു. ഇന്ത്യ എന്ന് എഴുതിയും മുകളിൽ കാശ്മീർ എന്ന മറ്റൊരു രാജ്യവും ഈ ചിത്രത്തിൽ അവർ തയ്യാറാക്കി എടുക്കുകയാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ്, എന്ത് അജണ്ടയുടെ ഭാഗമാണ്, ഇതിനു പിന്നിൽ ദേശവിരുദ്ധ ശക്തികളാണോ എന്ന അന്വേഷണമാണ് ഇനി വരും ദിവസങ്ങളിൽ ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം 29-ാം തീയതിയാണ് മനോരമ എന്ന ദിനപത്രത്തിന്റെ മുൻഭാഗത്ത് അല്ലെങ്കിൽ ഫ്രണ്ട് പേജിൽ ഇത്തരത്തിലുള്ള ഒരു പരസ്യം വരുന്നത്. ആ പരസ്യം വന്നിട്ട് പോലും ഇത്തരം വിവാദങ്ങളിലേക്ക് കാര്യങ്ങൾ കടന്നു. ദേശവിരുദ്ധത വിളിച്ചോതുന്ന പരസ്യമാണ് അല്ലെങ്കിൽ പരസ്യ ചിത്രമാണ് പ്രസിദ്ധീകരിച്ചത് എന്നെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. പക്ഷേ മനോരമ ഇതിൽ മിണ്ടാട്ടം നടത്തുന്നില്ല. അതേസമയം തന്നെ സാന്റാ മോണിക്ക എന്ന ടൂറിസ്റ്റ് ആൻഡ് ട്രാവൽസ് കമ്പനിയും ഇതിൽ വിശദീകരണം നൽകാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇതിനു പിന്നിൽ ദേശവിരുദ്ധതയും രാജ്യവിരുദ്ധതയും കുത്തു നിറയ്ക്കാനുള്ള ഒരു പ്രത്യേക അജണ്ട സാന്റാ മോണിക്ക ടൂറിസ്റ്റ് ആൻഡ് ട്രാവൽസ് എന്ന കമ്പനിയും മനോരമ പത്രവും ഒരുമിച്ച് ചേർത്ത് നടത്തി എന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ പത്രമെങ്കിലും ഈ കാര്യത്തിൽ 29-ാം തീയതി നടന്ന പരസ്യത്തിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പരസ്യം പ്രസിദ്ധീകരിച്ചതുമായി ബന്ധപ്പെട്ട വിശദീകരണം പത്രമെങ്കിലും നൽകേണ്ടിയിരുന്നു. പക്ഷേ പത്രവും നൽകിയിട്ടില്ല. ഒപ്പം എടുത്തു പറയേണ്ടത് സാന്റാ മോണിക്ക എന്ന ടൂറിസ്റ്റ് ആൻഡ് ട്രാവൽസ് കമ്പനിയുടെ നിലപാടുമാണ്. ഇത്രയും ദിവസമായി നമ്മൾ അവരുമായി ബന്ധപ്പെട്ടു. ആ സമയത്ത് പോലും അവർ കൃത്യമായ വിശദീകരണം നൽകിയിട്ടില്ല. മറ്റൊരു പരസ്യ കമ്പനിയുടെ അടിസ്ഥാനത്തിൽ ഒരു പരസ്യം ചെയ്ത് ഒരു പരസ്യ കമ്പനി നൽകിയതാണ്. പക്ഷേ ഇതിൽ അതിനെ തങ്ങൾ ക്ലിയർ ചെയ്യും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി തന്നെ ശരിയാക്കും എന്ന നിലപാട് ഈ പരസ്യം നൽകിയ കമ്പനിയുടെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടാകുന്നില്ല. ഇതിലാണ് അവ്യക്തത നിലനിൽക്കുന്നത്. ദേശവിരുദ്ധത വിളിച്ചോതുന്ന തരത്തിലുള്ള ചിത്രം വരച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പരസ്യം നൽകിക്കൊണ്ട് രാജ്യത്തെ വിഭജിക്കാൻ നിൽക്കുന്ന വിഘടനവാദ ശക്തികൾക്കൊപ്പം ഈ ഒരു കമ്പനിയും നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ ഭാഗം തന്നെയാണ്, അതിന്റെ ഒരു പ്രത്യേക അജണ്ട തന്നെയാണ് ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ശരി വിനീഷ്, രാഷ്ട്രവിരുദ്ധ സ്വഭാവമുള്ള പരസ്യം പ്രസിദ്ധീകരിച്ച് മനോരമ ദിനപത്രം കശ്മീരിനെ പ്രത്യേക രാജ്യമെന്ന പോലെ അവതരിപ്പിച്ചുള്ള പരസ്യം സാന്റാ മോണിക്ക ടൂർ കമ്പനിയുടേത്. ഭാരതത്തിന്റെ തല വെട്ടി അവതരിപ്പിച്ച പരസ്യത്തിൽ പ്രതിഷേധം ശക്തമാകുകയാണ്. ഇതിനെതിരെ പത്രമോ സാന്റാ മോണിക്ക ടൂർ കമ്പനിയോ ഇതുവരെ വിശദീകരണം നൽകിയിട്ടുമില്ല. വിനീഷാണ് വിവരങ്ങൾ നൽകിയത്.